ശ്രീ ജിൻഡോ, കോൺഗ്രസ് എടുത്തിരിക്കുന്ന നടപടി തന്നെ കണ്ണിൽ പൊടിയിടലാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ പാർട്ടിക്കുള്ളിൽ മറ്റെല്ലാവരും തള്ളി പറയുകയെങ്കിലും ചെയ്തപ്പോൾ ഈ തെറ്റുകൾക്ക് മുഴുവൻ സംരക്ഷകനായ ഷാഫി പറമ്പിൽ പ്രതിഷേധത്തിന് അർഹനാണ് എന്നാണ് CPM DYFI വിശ്വസിക്കുന്നത്. ശരിയാണോ? അത് വഴിയേ അറിഞ്ഞോളൂ. ഇപ്പോൾ ഇവിടെ അരുൺകുമാർ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ധാർമ്മികതയുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഷാഫി പറമ്പിലേക്ക് അതിൻ്റെ എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി കൊടുത്ത് ഷാഫിയുടെ വഴി തടയുന്നതൊക്കെ ആയിട്ട് പോയത്. ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ വർക്ക് ചെയ്ത, റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ഒരു മാധ്യമ പ്രവർത്തക, അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രസ്താവന ഇട്ടിട്ടുണ്ട്. അവർക്ക് നേരിട്ടിട്ടുള്ള അധിക്ഷേപത്തെക്കുറിച്ച്, ആക്ഷേപത്തെക്കുറിച്ചിട്ട്, ഒരു ന്യൂസ് എഡിറ്ററെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പരാതിയില്ലേ? നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കുമോ? കേരളത്തിൽ പിണറായി വിജയൻ്റെ പോലീസ് സ്വമേധയാ കേസെടുക്കുമോ? കേസെടുക്കണം. കാരണം ഈ വർഷം തന്നെ ഈ ഓഗസ്റ്റ് 6-ാം തീയതി വീണ ചന്ദ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും സമാനമായ ആക്ഷേപം ചാനലിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം എടുത്താൽ മതിയോ? എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ എന്ന്. അത് എങ്ങനെ നടത്തണമെന്നുള്ള ക്ലാസ് ഞങ്ങൾക്ക് CPM-ൽ നിന്ന് വേണ്ട. സമാനമായതോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നേരിട്ടിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ, MLA-മാർക്കെതിരെ ഇതുപോലെ വേണ്ട, ഇതിന്റെ ഒരു 100% ഒരു നടപടി എടുത്തിട്ട് ക്ലാസ് എടുക്കാൻ പോവാ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസിന് മുമ്പിലേക്ക് മാർച്ച് നടത്താൻ, ആൻഡ് ഓഗസ്റ്റിന്റെ വണ്ടി തടയാൻ, ആ റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാറിന് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമരം ചെയ്യോ? സ്വമേധയാ കേസെടുക്കോ? അതിനുള്ള ആർജവം ഉണ്ടായിട്ട് നിങ്ങൾ ഷാഫി പറമ്പിലിന്റെ വണ്ടി തടയണം. ഇവിടെ ആർഷോ SFIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. AISFന്റെ വനിതാ സഖാവായിട്ടുള്ള നിമിഷ രാജുവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കും വേണ്ടി എന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ചത് ആർഷോ ആണ്. ആർഷോയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറി ആക്കി വെച്ചു. ആ നിമിഷ രാജു പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ നെഞ്ചിൽ പോലും കരിനീലിച്ച പാടുകളുണ്ടായിരുന്നു. ഉളുപ്പുണ്ടോ? നിങ്ങൾ വഴി തടഞ്ഞോ? നിങ്ങൾ എന്ത് നടപടിയെടുത്തു? അതുപോലെ P ശശിയെക്കുറിച്ചും PK ശശിയെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയണ്ടല്ലോ. മുകേഷിനെ കുറിച്ച് പറയണോ? അല്ലെങ്കിൽ ശശീന്ദ്രനെ കുറിച്ച് പറയണോ? ഗണേഷിനെ കുറിച്ച് പറയണോ? നിങ്ങൾ തോമസ് ഐസക്കിനെയും അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണൻ റെമി മാർട്ടിന്റെ പടം വെച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ കള്ളുകുടിക്കാൻ ക്ഷണിച്ച ശ്രീരാമകൃഷ്ണന്റെ മൊറാലിറ്റി നിങ്ങളൊന്ന് പൊതുസമൂഹത്തിൽ പറയോ? അപ്പം പൊളിറ്റിക്കൽ മൊറാലിറ്റി പറയുമ്പോൾ ഈ പീഡനത്തിന്റെ തീവ്രത ഇളക്കുന്നത് പോലെ ധാർമ്മികതയുടെ അളവ് പോലെ എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.